നമ്മുടെ ട്രിപ്പിൽ ഏറ്റവും അടിച്ചു പൊളിച്ചൊരു ദിവസം ഉണ്ടായിരുന്നത് അത് ഇന്നായിരുന്നു ഗൈസ്. നമ്മൾ മണാലി ടു കസോളി യാത്രയായിരുന്നു അത്. അപ്പം നമ്മളിവിടുന്ന് മണാലിയിൽ നേരെ കസോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് മണാലിയിലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ നിർത്തി തന്നു. പക്ഷെ നമ്മളൊന്നും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ പോകുന്ന വഴിക്ക് അതേപോലെ അതിന് വേണ്ടി അവർ നിർത്തി തന്നു. ഒരു റിവർ സൈഡിൽ ഇതേപോലെ കുറേ കടകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരായിട്ട് ഓരോ കടയിൽ കയറി നമ്മുടെ ആസ് യൂഷ്വൽ ഞങ്ങളുടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരാണ് നമുക്കിന്ന് മാഗി ഉണ്ടാക്കി തന്നത്. നല്ല സ്വീറ്റ് ആൾക്കാരായിരുന്നു കേട്ടോ. ഞങ്ങളോട് ഒരുപാട് നേരം സംസാരിച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ റിവർ സൈഡ് ആയതുകൊണ്ട് റാഫ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത്. അങ്ങനെ ഞങ്ങൾക്ക് മാഗി കിട്ടി ഗൈസ്. അങ്ങനെ മാഗിയൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ടായി. പിന്നെ ഞങ്ങൾക്കൊരു എനർജി ആയിരുന്നു. അങ്ങനെ നമ്മൾ കസോൾ എത്തിയത് അറിഞ്ഞില്ല ഗൈസ്. ഒരു 100 കിലോമീറ്ററിൻ്റെ മേലെ ഉണ്ടായിരുന്നു മണാലിൻ്റെ കസോളിലേക്ക്. പക്ഷേ ഞങ്ങൾ അത്ര അടിപൊളിയായിട്ട് 2 വണ്ടി എൻജോയ് ചെയ്ത് നമ്മളിവിടെ എത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കസോളിലെ ഹോട്ടൽ. അപ്പോൾ നമ്മളെ ലഗേജസ് ഒക്കെ ഇറക്കി ഓരോരുത്തരായിട്ട് റൂമിൻ്റെ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റൂമിൻ്റെ കീ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ 5 പേരുടെ റൂം. അപ്പോൾ ലഗേജസ് ഒക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നേരെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഹോട്ടലിലായിരുന്നില്ല, തൊട്ടപ്പുറത്തെ ഹോട്ടലിലായിരുന്നു. അത് ഇവർ തന്നെ സെയിം ഹോട്ടലായിരുന്നു കേട്ടോ ഗൈസ്. സോ അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അതെ, സ്മെല്ല് നോക്കി പോകുന്നുണ്ട് ഞങ്ങൾ. അങ്ങനെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മണം പിടിച്ച് ഹോട്ടൽ കണ്ടുപിടിച്ചു. ഇത് 3rd ഫ്ലോറിലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എവിടെയെന്നൊന്ന്. അപ്പോൾ നമ്മുടെ ഗൈസൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് തോന്നുന്നു ഇന്ന് ഏറ്റവും ലാസ്റ്റ് എത്തിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കസോളിലെ ഡിന്നർ. അടിപൊളി ഡിന്നറായിരുന്നു ഗൈസ്. ശരിക്കും ഗൈസ്. അപ്പം നല്ല ചൂടുള്ള പായസം കുടിച്ച് ഇന്നത്തെ ഡിന്നർ പരിപാടി അവസാനിപ്പിച്ചു. പക്ഷേ ഇവിടെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത്. നമുക്കിന്ന് ക്യാമ്പ് ഫയർ ഉണ്ട് ഗൈസ്. സോ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത പാട്ടിൽ കാണാം.